ഹായ് PSC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? USA-യിൽ നിന്നാണ്. മറന്നുപോയത്. അങ്ങനെയാണെങ്കിൽ മൗലിക കടമകൾ എവിടെ നിന്നായിരുന്നു ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. മറന്നുപോയത്. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഗുജറാത്തിലെ നർമ്മദ നദീതീരത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 3 അത് മറന്നു പോകരുത് ഒരിക്കലും. എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്? 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ്. എന്നാൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7 പിന്നീട് സ്വത്തവകാശം എന്ന മൗലികാവകാശം എടുത്തു കളയാണ് ചെയ്തത്. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 44ാമത്തെ ഭേദഗതി പ്രകാരം ആ സ്വത്തവകാശം എന്ന മൗലികാവകാശം നീക്കം ചെയ്തു. 1978 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. എന്നാൽ 44ാം ഭേദഗതി നിലവിൽ വന്നത് 1979 മറന്നുപോയിരുന്നത്. 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം സ്വത്തവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. പ്രതിപാദിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? ആർട്ടിക്കിൾ 300A. ഇപ്പോഴ് സ്വത്തവകാശം എന്നുള്ളത് ഒരു നിയമാവകാശം മാത്രമാണ്, അല്ലാതെ മൗലികാവകാശമല്ല. അത് ഓർത്ത് വെക്കുക. എത്ര മൗലികാവകാശങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 6 മൗലികാവകാശങ്ങളല്ലേ? ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. സമത്വത്തിനുള്ള അവകാശം, ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായ അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് 6ാമത്തേത്. ഇത്രയും അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കണം. നമുക്ക് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ. അവകാശങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് പറയാനുണ്ട്. മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത് ന്യായമായ നിയന്ത്രണം സ്റ്റേറ്റിന് ഏർപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ന്യായമാണോ, ആ നിയന്ത്രണങ്ങൾ സ്റ്റേറ്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണെന്ന്. ജസ്റ്റിസിബിൾ എന്നാൽ മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്നാൽ മൗലിക കടമകളും നിർദ്ദേശക തത്വങ്ങളുമൊന്നും ജസ്റ്റിസിബിൾ അല്ല, നോൺ ജസ്റ്റിസിബിൾ ആണ്. അതുകൂടെ ഓർത്തു വെക്കുക. പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ പറ്റും, എന്നാൽ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് സുപ്രീം കോടതിയെ വിളിക്കാം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 44ാം ഭേദഗതി പ്രകാരമാണ് 1978 സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയത്. 44ാം ഭേദഗതി നിലവിൽ വന്നത് 1979 നിലവിൽ സ്വത്തവകാശമുള്ള ആർട്ടിക്കിൾ 300A ആണ്. മുൻപ് സ്വത്തവകാശം ഉൾപ്പെട്ടിരുന്ന ആർട്ടിക്കിൾ 31 നിലവിൽ ഭാഗം 12 സ്വത്തവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണെന്നുള്ള. ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സമയത്ത് പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇത് കാര്യം മറന്നുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ ക്ലാസ് ഉപകാരപ്പെട്ട
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ അടുത്ത ഭാഗമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.